ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും പ്രസന്റ് അധ്യാപകരും എല്ലാവരും ചേർന്ന് കൊടുക്കുകയാണ്. ഞാൻ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ബാക്കി സംസാരിക്കുന്ന അവരെ പറയാം. ഇനി വിദേശത്തുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് പേര് വിളിക്കുന്നു, സ്ഥാപനം നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു ആൾക്കാരെയൊക്കെ പ്രകാശ് സാർ എത്തിയിട്ടുണ്ട്. പ്രകാശ് സാറിന് ഈ സാറിനെയും വേദിയിലിങ്ങനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രത്യേകിച്ച് കൂടുതലായി കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ സമയം അനുവദിക്കുന്ന ഇത്രയും വലിയ ഒരു ഡയസിലിരിക്കുന്ന ആൾക്കാർ ഇവരുടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കർഷകത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ബാലകൃഷ്ണൻ സാർ അതുപോലെ മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇപ്പോഴത്തെ PTA വൈസ് പ്രസിഡന്റ് ക്രിസ്ത്യാനികളുണ്ട്. മറ്റെല്ലാവരും നിങ്ങളോട് വിശദമായി സംസാരിക്കും. ഞാൻ അവർക്കൊരു വിലങ്ങുതടിയാകുന്നില്ല, അധ്യക്ഷ പ്രസംഗം എന്ന് കരുതണ്ട. ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർക്കുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ഫിസിക്സ് അധ്യാപകനാകാനുള്ള കാരണം എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. എനിക്ക് വ്യക്തമായി അറിയാം. എന്നെ സ്കൂൾ ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് എൻ്റെ മാർക്ക് വെച്ചത്. പക്ഷേ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എത്രയോ പേരുണ്ടാകാം. ടീച്ചിങ് ഫീൽഡിലുള്ളവരുണ്ടാകാം, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലുള്ളവരുണ്ടാകാം. ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പ്രവർത്തിച്ച് കാണിച്ച ആൾക്കാർ എഴുതിയിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. ഞാൻ എന്തായാലും സ്കൂളിൽ 16 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഇരുന്ന് തന്നെ പെൻഷൻ ആകണോ എന്നൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരുപാട് പേരെ തല്ലിയിട്ടുണ്ട് ഇല്ലേ? ശരി, ഒരുപാട് അടിയിട്ടില്ല. ബാലകൃഷ്ണ സാറിനെ സംബന്ധിച്ച് ഞാൻ നിർത്താണ്. സാറിന്റെ ഒരു ചെറിയ സംഭവം പറഞ്ഞാൽ നിർത്തിയാണ്. ഒരു തവണ ബാലകൃഷ്ണ സാറ് ഒരു കുട്ടിയെ വല്ലാതെ തല്ലി, കൈയൊക്കെ പൂട്ടി. പൊതുയോഗത്തിൽ രക്ഷകർത്താവിന്റെ വന്നു. ഇവിടെ വന്നിട്ട് നിറം നോക്കുവായിട്ട് ശരിയാക്കി തരാൻ യോഗത്തില് ആ രക്ഷകർത്താവ് വളരെ വേദന, എന്റെ കുട്ടിയുടെ കൈ പൊട്ടി, പഠിക്കാൻ തന്നെയാണ് തല്ലിയത്. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുക, സാർ എന്താ ഇതിന് മറുപടി പറയാനുള്ളത്. പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, കുട്ടികളെ നിങ്ങൾക്ക് അടിക്കാൻ കഴിയില്ല. അടിച്ചാൽ പോലീസ് സ്റ്റേഷനിലാണ്, ബിഹൈൻഡ് ദ ബാർസ്, മതിലിന് നേരെ വെളിയിലിരിക്കുന്നത്. ആ അവസ്ഥ. സാർ ആ വേദിയിൽ വന്നത് പറയുന്നത്, ഞാന് കൊല്ലത്തെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. എന്റെ ഓർമ്മ ശരിയാണ്, ക്രിസ്തുരാജ് സ്കൂൾ, സ്കൂൾ. എനിക്ക് അവിടുന്ന് ഒരുപാട് തല്ലി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് തിരിച്ചു കൊടുക്കണ്ടേ? ഈ ഒരൊറ്റ സെന്റൻസിൽ വെട്ടിവെക്കാൻ വന്ന രക്ഷകർത്താവ് നിന്ന് ചിരിച്ചു. ഇത് ഞങ്ങൾക്കൊരു വലിയ പാഠമാണ്. ഞാൻ ഇപ്പോഴും തല്ലുന്നത്. അതെന്തുകൊണ്ടെന്നറിയാം? ആ പേരൻസ് നമ്മളെ തല്ലാൻ വരില്ല എന്ന വിശ്വാസമുള്ളത്. ഒരുപക്ഷെ തല്ല് കിട്ടിയതുകൊണ്ടായിരിക്കാം നിങ്ങൾ പലരും ഈ നിലയിൽ എത്തിയത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതാണ്. ശരിയല്ലേ? വളരെ നന്ദി. ഈ അധ്യക്ഷ പ്രസംഗം അല്ല എങ്കിലും ഈ സ്ഥാപനവും ഇതിന്റെ പരിമിതികളെ കുറിച്ചൊക്കെ വളരെ വിശദമായി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സൂപ്രണ്ട മറ്റു ആൾക്കാരൊക്കെ ഞാൻ എന്റെ കർത്തവ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഈ ഒരു ദിവസം എല്ലാവരും തന്നെ വളരെ വളരെ സന്തോഷം. നമസ്കാരം. അടുത്ത ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ക്ലത്തുപുര ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സ്റ്റുഡന്റ് PS പ്രസംഗ സാറിനെ ക്ഷണിച്ചു.